വീണ വിജയനെയും പിണറായി വിജയനെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്നത്തെ ചടുല നീക്കങ്ങൾ. അതായത് കർത്ത ഫാമിലിയെ അടപടലമാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തിയത്. കഴിഞ്ഞ ദിവസം മകളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തിയിരുന്നു. പിന്നാലെ മകനെയും ഭാര്യ ജയ കർത്തയെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് പിണറായിയെ വല്ലാത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇ.ഡി. കാരണം ഇനി അധികം സമയമില്ല വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന്. വെള്ളിയാഴ്ച ഹാജരാകണം എന്നായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത്. അന്ന് അത്യാസന്ന നിലയിലാണ്, മകൾക്ക് മാരക രോഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുത്തില്ല. എന്നാൽ ഇ.ഡി. ഒട്ടും പിന്നോട്ട് പോയില്ല. ബുധനാഴ്ച ഹാജരായിരിക്കണം എന്ന് കൃത്യമായി പറയുകയായിരുന്നു. ഞാൻ എൻ്റെ വക്കീലിനെ കുറച്ച് ഫയലുകളുമായിട്ട് അങ്ങ് കൊച്ചിക്ക് വിടാം എന്ന് വീണ വിജയൻ പറഞ്ഞിട്ടും അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് വരാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്നായിരുന്നു ഇ.ഡിയുടെ നിലപാട്. ഇതോടെ അടപടലം പ്രതിസന്ധിയിൽ വീണ് കിടക്കുന്ന പിണറായിക്കും മകൾക്കും വെള്ളിടി വെട്ടുന്നത് പോലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കർത്തയുടെ ഫാമിലിയെ വിളിച്ച് ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത്. ഒരു മാരത്തൺ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞത്. ഇതോടുകൂടി മകളെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം എന്നുള്ള വേവലാതിയാണ് പിണറായിക്ക്. മണിക്കൂറുകൾ മാത്രമാണ് വീണയ്ക്ക് ഇ.ഡി. ഓഫീസിൽ ഹാജരാകാൻ ഇനി മുൻപിലുള്ളത്. ഇന്നത്തെ രാത്രി അച്ഛനും മകളും ഉറങ്ങില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. വീണ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ? അങ്ങനെ ഹാജരായില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും? കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്ര മാരക രോഗമൊന്നും വീണ വിജയനില്ല, അല്ലെങ്കിൽ ആ മാരക രോഗമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയണം. എന്നാൽ അത്ര മാരക രോഗമൊന്നും വീണയ്ക്കുള്ളതായിട്ട് അറിവുമില്ല. ഈ ഒരു ഘട്ടത്തിൽ പിണറായി എന്ത് ചെയ്യും? വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്ത പ്രതിരോധം. പിണറായി വിജയന് അറ്റാക്ക് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ കൂടെയുള്ള CPM-കാർ, അതായത് ശിങ്കിടികൾ പോലും ഭയക്കുന്നത്. എന്നാൽ പിണറായി വിജയന് നേരെ ഇപ്പോൾ വലിയ ട്രോളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്, വെന്റിലേറ്ററിന്റെ ഒരു സെറ്റ് ഇട്ട് മകളെ അവിടെ കൊണ്ടുപോയി കിടത്തു എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകൾ വരുന്നത്. ഈ ട്രോളിന് താഴെ വരുന്ന മറ്റ് കമന്റുകൾ, നീയൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കാതെ അങ്ങേര് വേണമെങ്കിൽ അതും ചെയ്യും എന്നാണ് വലിയ പരിഹാസങ്ങൾ. കാരണം പലരെയും ഇങ്ങനെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്യലിന് വരുമ്പോൾ സെറ്റിട്ട് കിടത്തിയ ഒരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും CPM അല്ലെങ്കിൽ പിണറായി വിജയൻ ഒടുക്കം മകളെ രക്ഷിക്കാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനും തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ വീണ വിജയനെ സെറ്റിട്ട് വെന്റിലേറ്ററിൽ കടത്തുമ്പോൾ അതിൻ്റെ ഒരു അഭിനയം പഠിപ്പിക്കണമല്ലോ. ആ അഭിനയം പഠിപ്പിക്കുന്നതിന് വേണ്ടി CPM-ലെ അഭിനയ കുലപതി വീണ ജോർജിനെ ഇറക്കണം എന്നാണ് ട്രോളന്മാർ പിണറായിക്ക് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങ് പഞ്ചായത്ത് വഴി ഒരു പ്രതിഷേധവും 2 മുദ്രാവാക്യം വിളിയും ഒരു കരിങ്കൊടിയുമായി പോയ KSU പ്രവർത്തകരെ കണ്ടപ്പോഴേ കഴുത്തുളുക്കിയ ആളാണല്ലോ വീണ ജോർജ്. അപ്പോൾ അഭിനയം പഠിക്കാൻ വേറെ കളരികളിലേക്കൊന്നും പോകണ്ട. കേമമായിട്ടുള്ള അഭിനയ കുലപതികൾ CPM-ൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് വീണ ജോർജിന് അക്കാര്യത്തിൽ നല്ല കഴിവാണെന്ന് CPM-കാർ പോലും സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അഭിനയം പഠിപ്പിക്കാൻ വീണ ജോർജിന്റെ അടുത്തേക്ക് മകളെ വിട്ടേക്കൂ എന്നാണ് പിണറായിക്ക് ഒരു ഉപദേശം പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്നറിയില്ല. കാരണം കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ICU-വിൽ ഒരു കഴുത്തുളുക്കി കിടന്ന വീണ ജോർജിനെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഗുരുതര പരിക്കേറ്റു. എന്തായിരുന്നു CPM-ന്റെ കണ്ണൂരിലെ നേതാക്കളൊക്കെ അന്ന് പറഞ്ഞത്? അതായത് മാരക ആയുധവുമായിട്ട് KSU പ്രവർത്തകർ വീണ ജോർജിനെ അറ്റാക്ക് ചെയ്തു, കൊല്ലണം എന്ന ആഹ്വാനവുമായി ചീറിയടുത്തു എന്നൊക്കെയായിരുന്നു അന്ന് CPM-ന്റെ നേതാക്കൾ MV ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞത്. അതായത് വീണ ജോർജിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് KSU പ്രവർത്തകർ എത്തിയത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന മാരകായുധം എന്തായിരുന്നു? ഒരു PVC പൈപ്പിൽ അവരുടെ കൊടി കെട്ടിയത്, പിന്നെ 2 കരിങ്കൊടിയും. ഇതായിരുന്നു ആ മാരകായുധങ്ങൾ. പോലീസ് പോലും FIR ഇട്ടത് മാരകായുധങ്ങളുമായിട്ട് വീണ ജോർജിനെ കൊല്ലാൻ ഇരമ്പി എത്തി എന്നായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു, കഴുത്തിന് ഉളുക്ക്, അതിമാരക രോഗം, ബെൽറ്റിട്ട് കിടക്കുന്നു. അങ്ങനെ അതിമാരക ആക്രമണം നേരിട്ട, കഴുത്തുളുക്കി തല പോലും പൊക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടന്ന വീണ ജോർജിനെ അങ്ങ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? കാറിൽ. ഗുരുതര പരിക്കേറ്റ ആളെയാണ് അങ്ങനെ കാറിൽ ഏകദേശം 8-9 മണിക്കൂറോളം ട്രാവൽ ചെയ്യിപ്പിച്ച് എത്തിയത്. അപ്പോൾ ആ അഭിനയം, ഇതുകൂടാതെ അന്ന് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ വീണ ജോർജിന്റെ ഒരു അഭിനയ മുഹൂർത്തം ഉണ്ടായിരുന്നു, അത്യാസന്ന നിലയിൽ കിടക്കുന്നതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ക്ലാസ് എടുക്കാൻ വീണ ജോർജിന് നന്നായിട്ട് കഴിയുന്നത് കൊണ്ട് വീണ വിജയനെ അവരുടെ കളരിയിലേക്ക് തന്നെ അയക്കണം എന്നാണ് നിർദ്ദേശം.
എന്തായാലും അതിനും സാധ്യതയുണ്ട്. കാരണം ഇനി മണിക്കൂറുകൾ ഉണ്ടല്ലോ, കുറച്ചധികം മണിക്കൂറുകൾ പിണറായിക്കും മകൾക്കും മുൻപിലുണ്ട്. അതുകൊണ്ട് അഭിനയം പഠിക്കാൻ ഏകദേശം കുറച്ച് സമയം വീണ വിജയൻ ഉപയോഗിക്കുമായിരിക്കും. എന്തായാലും വീണ ജോർജിന്റെ അടുത്ത് അഭിനയം പഠിക്കാൻ പോയാൽ ഒട്ടും പാളില്ല. ഏതായാലും അത്തരത്തിലുള്ള പരിഹാസങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതിനിടയിലാണ് പിണറായിക്ക് അടപടലം പണി കൊടുത്തുകൊണ്ട് ED കർത്തയുടെ മകൻ ശരൺ കർത്തയെയും ഭാര്യ ജയ കർത്തയെയും ഒക്കെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ഇവരുടെ നാവിൻ തുമ്പിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ വീണിട്ടുണ്ട്, ഇവരുടെ നാവിൻ തുമ്പിൽ നിന്ന് വീണ എന്തെങ്കിലും പ്രസ്താവനകൾ അല്ലെങ്കിൽ മൊഴികൾ വീണ വിജയന് പാരയാകുമോ, അതൊക്കെ ഇനിയും വരും മണിക്കൂറുകളിൽ കണ്ടറിയണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വീണ വിജയൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നതാണ്. മാരക അസുഖമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയണം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഗുരുതര രോഗമുള്ളത് കൊണ്ട് വരാൻ കഴിയില്ല എന്ന് വെറുതെ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത സെക്കൻഡിൽ ED ചെയ്യാൻ പോകുന്നത് കോടതിയെ സമീപിക്കും. കോടതി പറയും തൂക്കിയെടുത്ത് അകത്തിടൂ, ചോദ്യം ചെയ്യൂ, മൊഴിയെടുക്കൂ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കാർ പോലും പിണറായിക്കൊപ്പം നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇഷ്ടികയും കല്ലും കമ്പും കൊണ്ടൊക്കെ പിണറായി വിജയനെയും മകളെയും രക്ഷിക്കാനെത്തിയ CPMകാർ പക്ഷേ ഇത്തവണ ഇറങ്ങില്ല. കാരണം അവർ അടപടലം കേസ് കിട്ടി ലോക്കായി കിടക്കുകയാണ്. മുൻപ് വീണ വിജയനെ ഒന്ന് രക്ഷിക്കാൻ പോയി, രക്ഷാപ്രവർത്തനത്തിന് പോയിട്ട് ആള് മാറിപ്പോയി. ഇവിടുത്തെ കേരള പോലീസിനെ ഒന്നുമല്ല പോയി കൈവച്ചത്, അങ്ങ് കേന്ദ്ര ഏജൻസിയാണ്. അതുകൊണ്ട് അവർ ആ ചൊരുക്ക് നല്ല രീതിയിൽ കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് വീണ വിജയന്റെ കാര്യത്തിൽ പിണറായി വിജയൻ പാർട്ടിക്കാരെ അടപടലം വട്ടത്തിലും നീളത്തിലും വഞ്ചിച്ചതിന്റെ ചില വിശദാംശങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം. കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ആദ്യമായിട്ടാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിളിച്ചു വരുത്തുന്നത്? അല്ല. SFIO ഒന്നിലേറെ തവണ ഈ പറയുന്ന വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തിയിട്ടുണ്ട്. സമാന രീതിയിലായിരുന്നു ED വിളിച്ചു വരുത്തിയത്. എന്നാൽ പിണറായി വിജയൻ ഇത്തവണ പാർട്ടിക്കാരെ ഇറക്കി ഇത് ലഹളയാക്കാൻ കാരണം എന്തായിരുന്നു? SFIO ഇതിനു മുൻപ് വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തുമ്പോഴൊക്കെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് ആ പ്രിവിലേജും അധികാരവും ഉപയോഗിച്ച് എനിക്ക് മകളെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു പിണറായിക്ക്. പക്ഷേ ഇത്തവണ ED വന്നപ്പോൾ കളിയാകെ മാറിപ്പോയി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്, വലിയ പ്രിവിലേജ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിടാൻ പാർട്ടിക്കാരെ ഇറക്കി പുറത്തേക്ക് വിട്ടത്. പക്ഷെ അപ്പോഴും ഈ പാർട്ടിക്കാർ അന്തം കമ്മികൾ മണ്ടന്മാർ ഓർത്തില്ല ഈ കേസിൽ വീണയെ നിരവധി തവണ കേന്ദ്ര സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ് എന്ന്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ വീണയെ പലതവണ ചോദ്യം ചെയ്തപ്പോൾ ആ വിവരങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ പിണറായി വിജയൻ തൻ്റെ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്തിട്ട് തന്നെയുണ്ട്. ഇത്തവണ EDയെ നേരിടാൻ പോയ അന്തം കമ്മികളാണ് പണി മേടിച്ചു കൂട്ടി അകത്ത് കിടക്കുന്നത്. എന്തായാലും EDയുടെ ഭാഗത്ത് നിന്ന് വരുന്ന EDയാണ് വിളിപ്പിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തുടർ നടപടികൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി മകളെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യുക? കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് EDക്ക് കടക്കാം. അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീളും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ഇനി ചോദ്യം ചെയ്യലിന്, അതായത് ഏകദേശം വീണ വിജയന്റെ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും വിളിപ്പിച്ചു വരുത്തുമ്പോൾ ചില കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരെ വിളിപ്പിച്ചു വരുത്തുന്നത്. EDയെ നേരിടാൻ കല്ല്, ഇഷ്ടിക, വടി, മുട്ട തുടങ്ങിയവ കൊണ്ട് തെരുവിലിറങ്ങിയ പ്രവർത്തകർക്കെതിരെ വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300 പേർ പ്രതിപട്ടികയിലുള്ള കേസിൽ ഇതുവരെ 10-30 പേരിലധികം അറസ്റ്റിലായിട്ടുണ്ട്. ED കൂടി ഈ കേസിൽ കക്ഷി ചേർന്നതോടെ ഇത് കൂടുതൽ മുറുകുകയാണ് കേസ്. അതായത് ഇപ്പോൾ അകത്ത് കിടക്കുന്ന മണ്ടന്മാർ ആയ കാലത്ത് അവിടെ തന്നെ കിടക്കുമെന്ന്. വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് കളമൊരുങ്ങുന്നത്. എന്നാൽ ഇത്തവണ പിണറായി വിജയനും വീണയ്ക്കും വേണ്ടി വൈകാരികമായി തെരുവിലേക്കിറങ്ങി രോഷപ്രകടനങ്ങൾ നടത്താൻ CPMകാർ തയ്യാറാകില്ല. അതിനവർ മുതിരുകയുമില്ല. കാരണം ചോദ്യം ചെയ്യാൻ വരുന്നത് പിണറായി വിജയനെ അല്ല. അതുകൊണ്ട് പാർട്ടിയെ വേട്ടയാടുന്നു എന്ന് പറയാൻ കഴിയില്ല, വീണ വിജയനെയാണ്. അവരുടെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതിയിലാണ് അന്വേഷണം നടക്കുന്നത്. പിണറായിയുടെ വസതിയിലേക്ക് അപ്രതീക്ഷിതമായി ED എത്തിയതിൽ പാർട്ടിക്കുണ്ടായ ഞെട്ടൽ വീണയുടെ കാര്യത്തിൽ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. സമൻസ് അയച്ച് മുൻകൂട്ടി അറിയിച്ചുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. കേസ് പിണറായിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് വാദിക്കുമ്പോൾ തന്നെ വീണയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയുള്ള പ്രക്ഷോഭത്തിനോ പോർവിളിക്കോ ഇനി പാർട്ടി തയ്യാറാകില്ല. എന്നാൽ ഈ കേസ് ഇത് രാഷ്ട്രീയമാണ് എന്നും ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും നേതാക്കൾ നിരന്തരം വാദിക്കുന്നുണ്ട്.